ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നേരെ വെച്ചു പിടിച്ചിരിക്കുന്നത് ശബരിമല സീസണിൽ മാത്രം കാണപ്പെടുന്ന ചില കാഴ്ചകൾ കാണാനാണ്. അപ്പോൾ ദേ നമ്മൾ പുനലൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ് ദൂരം അത്രേ ഉള്ളൂ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ പുനലൂർ തൂക്കുപാലം. കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിലൊന്നാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസാന കാലത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ സമയത്ത് ഈ പാലത്തിൽ കയറുവാൻ ആളുകൾ പേടിച്ചിരുന്നു അത്രേ. എഞ്ചിനീയറിംഗ് വിസ്മയമായി ഇന്നും ഉയർത്തി കാണിക്കുന്ന 6 ആനകളെ ഒരുമിച്ച് പാലത്തിൻ്റെ മുകളിലൂടെ നടത്തി ശക്തി തെളിയിച്ചു. അങ്ങനെയാണ് ആളുകൾ ഇതിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതേപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയാലോ? ശബരിമല സീസണിൽ നമ്മുടെ പുനലൂരിൽ TB ജംഗ്ഷന് സമീപം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുവാനും സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിനി പമ്പ എന്നറിയപ്പെടുന്ന ഈ സേവാകേന്ദ്രം ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ സാധനങ്ങളും പൂജാദ്രവ്യങ്ങളും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. മണ്ഡലകാലത്ത് മാത്രമാണ് ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥരും ഇവിടെ ഒരുപോലെയാണെന്ന് നമ്മളെ തെളിയിച്ചു തന്നിരിക്കുകയാണ്. ഈ വിശ്രമതാവളത്തിന്റെ എതിർദിശയിൽ നമുക്കൊരു മുസ്ലിം പള്ളി കൂടി കാണാൻ കഴിയും. മതസൗഹാർദ്ദം വിളിച്ചോതുന്ന നല്ലൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ശബരിമലയിലെ പമ്പയിൽ പോയ ഒരു ഫീൽ കൊണ്ടുവരാൻ ഇവിടെ വരുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. വളരെയധികം തിരക്കായിരുന്നു അന്ന് ഞങ്ങൾ പോയ സമയത്തും. അവർ പറഞ്ഞിരുന്നു സാധാരണ പകൽ സമയത്ത് അങ്ങനെ തിരക്ക് അനുഭവപ്പെടാറില്ല, എങ്കിലും രാത്രി 8 മണി കഴിഞ്ഞാണ് തിരക്ക് നന്നായിട്ട് കൂടുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ആൾക്കാർ ഇവിടുന്ന് സാധനങ്ങൾ കൂടുതലും വാങ്ങിക്കാറുള്ളത്. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും നമ്മൾ വന്നപ്പോൾ നമ്മളുടെ അടുത്ത് എന്താ കാര്യം, എന്തിനാ ഇത് എന്നൊക്കെ കാര്യങ്ങൾ തിരക്കി ഒരങ്കിൾ നമ്മളോട് സംസാരിച്ചിരുന്നു. അതെന്താ സംസാരിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടാലോ? ഇത്രയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ചോദിച്ച എല്ലാ കച്ചവടത്തിനെ പറ്റിയും ഒക്കെ അങ്കിൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കച്ചവടമൊക്കെ ഉണ്ടോ? നല്ല കച്ചവടമുണ്ട്. ഇനി ഒരു 10 ദിവസം കൂടെ ഉള്ള കച്ചവടം, അത് 7 ദിവസം കച്ചവടം കിട്ടും. 15-ാം തീയതി മാറി വളർത്തും, 13, 14-ാം തീയതി ഒന്നും കച്ചവടം വരുത്തില്ല. 16-ാം തീയതി ഇവിടെയുള്ള കടകളെല്ലാം 16-ാം തീയതി 17-ാം തീയതി അടയ്ക്കും. താഴെ കടയെല്ലാം 19-ാം തീയതി അടയ്ക്കും. അപ്പോൾ അത് വളരെയധികം സന്തോഷം തന്നൊരു കാര്യമായിരുന്നു. നല്ല രീതിയിലുള്ള തിരക്കുണ്ട്, നല്ല രീതിയിൽ കച്ചവടവും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ സമയമുണ്ടല്ലോ, അതിന് നന്ദി പറയുന്നുണ്ട്. നമ്മുടെ ചാനലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നപ്പോഴാണ് അകത്തൊരു ഉമ്മ ഇരുന്ന് അകത്തേക്ക് ക്ഷണിക്കുന്നു നമ്മളെ. അപ്പോൾ ഞാനത് കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം, എന്തിനാ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് ഉമ്മ, അപ്പോൾ അതിലേക്കൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഉമ്മ എന്നോട് പറഞ്ഞു, അതിനെന്താ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അതിനെല്ലാം മറുപടി പറയാമെന്ന് പറഞ്ഞു. ഞാനൊന്നും പ്രിപ്പയർ ചെയ്യാതാണ് പോയിരുന്നത്, എന്താ ചോദിക്കേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നെ അപ്പോഴത്തെ ഇതിൽ എനിക്ക് മനസ്സുള്ളതൊക്കെ ഞാൻ ഉമ്മയോട് ചോദിച്ചു. ഉമ്മ എനിക്ക് നല്ല രീതിയിൽ മറുപടി തന്നു. തുടങ്ങി ഞാൻ 35 വർഷം. 35. നല്ല കച്ചവടമൊക്കെ ഉണ്ടോ? അൽഹംദുലില്ലാ നല്ല കച്ചവടമായിരുന്നു. പണ്ട് പച്ചമുളകൊക്കെ ഉണക്കി കച്ചവടം ചെയ്യുമായിരുന്നു. ഇപ്പം കുഴപ്പമില്ലാതെ ഇപ്പം ഇവിടെ അല്ലായിരുന്നു, ജംഗ്ഷനിലായിരുന്നു. അമ്മയുടെ വീട് എവിടാ? പുനലൂർ. ഞങ്ങൾ ജംഗ്ഷനിലായിരുന്നു, TB ജംഗ്ഷൻ. ഞങ്ങൾ 5-6 കടക്കാരേ ഉള്ളായിരുന്നു. ഇപ്പൊ ഇഷ്ടംപോലെ കടയില്ലേ? ഒരുപാട് ഓരോരുത്തരുടെ മക്കളൊക്കെ തന്നെ മതി, വെളിയിൽ നിന്ന് കുറച്ച് ആളുകൾ, പിന്നെ ഓരോരുത്തരെ മതി. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ, എൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ.
ഇതാണ് കേട്ടോ ആ ഉമ്മയുടെ ഷോപ്പ്. ഉമ്മയുടെ ഷോപ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ചിപ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അവിടെ തന്നെ വറുത്ത് അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ സ്പൈസസും അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങളും ഒക്കെ അവിടെയുണ്ട്. അവരുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരല്പസമയം മാറ്റി വെച്ചതിന് അവരോടും താങ്ക്സ് പറയുന്നു. അപ്പോൾ അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മാക്സിമം വീഡിയോ എടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ ദീപാരാധനയ്ക്കുള്ള സമയമായിരുന്നു. ഒരു 6:30 സമയത്തോടു കൂടിയാണ് നമ്മളവിടെ ചെന്നത്. അപ്പോൾ എന്നത്തെക്കാളിലും തിരക്ക് കുറവായിരുന്നു. എന്തായാലും ഒരു 7 മണിക്ക് ശേഷമേ അവിടെ ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ അതിനു മുന്നേ നമുക്ക് വരണമെന്ന് കരുതിയാണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ പെട്ടുപോകും. ഇത് നമ്മുടെ TV ജംഗ്ഷനിലുള്ളൊരു പെട്രോൾ പമ്പാണ്. അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊന്ന് പോകണമെന്ന്. അപ്പോൾ പോയി ഭയങ്കര സന്തോഷമായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം അശ്വതി.